നസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ കൽപ്പനകളുമായി അന്ന് മലക്കുകൾ തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നു എന്നാണ്. കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നു. ഫൗജൻ ഫൗജൻ, കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നു. വറൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഉദ്ദേശം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ആത്മാക്കളല്ല, മഹാന്മാരുടെ ആത്മാക്കൾ ഇറങ്ങി വരുന്നു എന്നല്ല, മറിച്ച് വറൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മലായികത തിൽക്കൽ ലൈലത ഫിൽ അർദി അക്സറു മിൻ അദദിൽ ഹസാ. ചരൽ കല്ലുകളെക്കാൾ കൂടുതൽ മലക്കുകൾ അന്ന് ഭൂമിയിലുണ്ടാകും. അന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലുണ്ടാകും. നാം കാണുന്നില്ല എന്നേ ഉള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഭൂമിയിലുണ്ടാകും, മലക്കുകളുണ്ടാകും. വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാൻ, അവർക്ക് സമാധാനം നേരാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, അന്ന് മലക്കുകളും ജിബ്രീലും ഭൂമിയിൽ ഹാജറുണ്ടാകുന്ന ആ വേളയിൽ നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ഖുർആൻ ഓതാൻ ഭാഗ്യം ലഭിച്ചവർ, ദിക്ർ ചൊല്ലിയിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അവരാണ് ഭാഗ്യവാന്മാർ. കാരണം മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം പറയും. എന്നാൽ ആലോചിച്ച് നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റു മലക്കുകളും ഭൂമിയിൽ ധാരാളമായി ഉണ്ടായിരിക്കെ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കാതെ ദുനിയാവിലെ കച്ചവട ലാഭത്തിനു വേണ്ടി കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവസാന 10 കൂടുതൽ കച്ചവടം ലഭിക്കുന്ന മാസമാണ്, ദിവസങ്ങളാണ്, എന്നിട്ട് ബിസിനസ് മാത്രം ശ്രദ്ധിക്കുന്നവരെ മലക്കുകൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തും? അധർമ്മങ്ങൾക്ക് പോകുന്ന ആളുകളെ മലക്കുകൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തും? വിനോദങ്ങളിൽ മുഴുകുന്നവരെ മലക്കുകൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തും? ഖദറിന്റെ രാത്രിക്ക് ഖദർ നൽകാതെ, യാതൊരു പരിഗണനയും നൽകാതെ സമയം വേസ്റ്റാക്കുന്നവരെ മലക്കുകൾ എങ്ങനെ പരിഗണിക്കും? അതുകൊണ്ട് മലക്കുകളുടെ ആ സാന്നിധ്യമുള്ള സന്ദർഭങ്ങളിൽ من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുകയും രാത്രിയെ ജീവിപ്പിക്കുകയും ചെയ്താൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതാണ്. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അന്ന് നാം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്ന ഇഷ്ടപ്പെടുന്നു, റബ്ബേ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ദിക്റുകളിൽ മുഴുകിക്കൊണ്ടും രാത്രിയെ സജീവമാക്കുക.